നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. നമുക്കറിയാം, ലാലിഗയിലും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലുമൊക്കെ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലീഗ് 1 ഇന്നാണ് അവസാനിക്കുക. സൗദി അറേബ്യൻ ലീഗിൽ സെപ്റ്റംബർ 2-ാം തീയതി വരെ ഇത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഫ്രീ ഏജൻ്റായ ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ക്ലബ്ബ് ഇതുവരെ ലഭിക്കാത്ത പല താരങ്ങളും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഫ്രീ ഏജൻറ്റുമാരാണ്. അതുകൊണ്ട് തന്നെ അവരെ എപ്പോൾ വേണമെങ്കിലും ക്ലബ്ബുകൾക്ക് സൈൻ ചെയ്യാം. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അടച്ചതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട താരം സെർജിയോ റാമോസ് ആണ്. നമുക്കറിയാം, റയലിന് വേണ്ടി ഒരുപാട് കാലം കളിച്ചു. പിന്നീട് PSG പോയി. ഏറ്റവും ഒടുവിൽ സെവിയ്യക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റ് സെവിയ്യ പുതുക്കിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിനൊരു ക്ലബ്ബ് ആയിട്ടില്ല. സൗദി അറേബ്യയിലേക്ക് അദ്ദേഹം പോകും എന്നുള്ള റൂമറുകൾ വളരെ സജീവമാണ്. ഉറൂബ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ സെർജിയോ റാമോസ് ഫ്രീ ഏജൻ്റാണ്. മാറ്റ്സ് ഹമ്മൽസിനെ എടുത്തു പറയണം. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ബൊറൂസിയയ്ക്ക് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത്. നിലവിൽ ഫ്രീ ഏജൻ്റാണ്. റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ്. പക്ഷേ പുതിയൊരു ക്ലബിനെ കണ്ടെത്താൻ ഹമ്മൽസിന് കഴിഞ്ഞിട്ടില്ല. ഐക്കർ മുനിയൻ, അദ്ദേഹത്തെ കൂടി എടുത്തു പറയണം. ഏറ്റവും ഒടുവിൽ അത്ലറ്റിക് ക്ലബിന് വേണ്ടിയാണ് കളിച്ചത്. പുതിയ ക്ലബിനെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മെംഫിസ് ഡിപ്പായ്, അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരമായിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹത്തിന് പുതിയ ഒരു ക്ലബ്ബ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സെവിയ്യ അദ്ദേഹത്തെ സ്വന്തമാക്കിയേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു താരം അഡ്രിയാൻ റാബിയോട്ടാണ്. ഫ്രഞ്ച് സൂപ്പർ താരമായ റാബിയോട്ട് സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ്. പക്ഷേ നിലവിൽ ഫ്രീ ഏജൻ്റാണ്. പുതിയ ഒരു ക്ലബ്ബ് കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഗോൾ കീപ്പർ കെയ്ലർ നവാസ് നിലവിൽ ഫ്രീ ഏജൻ്റാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി ലോണിൽ കളിച്ചിരുന്നു. PSG അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചിട്ടുണ്ട്. ഫ്രീ ഏജൻ്റാണ്. പുതിയ ക്ലബിനെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആൻ്റണി മാർഷ്യൽ യുണൈറ്റഡിൻ്റെ താരമാണ്. മരിയാനോ ഡയസ് മുൻപ് റയലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. യുവാൻ മാറ്റ, ബെൻ യെഡർ, പ്യാനിക്, വില്ലൻ, ഈ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫ്രീ ഏജൻറ്റുമാരാണ്. പുതിയ ക്ലബ്ബ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അധികം വൈകാതെ തന്നെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ ഇവരെ സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.